Hi friends, welcome back to our channel Hexcent Private Limited. ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പറേറ്റേഴ്സിലെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെയാണ് അവ, എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു പോകാം. സോ നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റർ കൊണ്ട് മീൻ ചെയ്യുന്നത് രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. നമുക്കൊക്കെ അറിയാവുന്ന ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്. ഈക്വൽ ടു എന്ന് പറയുന്ന അതിന്റെ സിമ്പിൾ വന്നിട്ട് ഡബിൾ ഈക്വൽ ടു ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈക്വൽ ടു അതായത് എ ഈക്വൽ ടു, ഇപ്പൊ എയിൽ ഒരു വാല്യൂ കൊടുക്കുന്നു, ബിയിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ രണ്ടും ഈക്വൽ ആണോ, രണ്ട് വാല്യൂസ് തുല്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ var a ഈക്വൽ ടു 10, അതേപോലെ var b ഈക്വൽ ടു 20 എന്ന് കൊടുക്കുന്നു. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, നമുക്കത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ഈക്വൽ ബി, എ ഈക്വൽ ബി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ഇപ്പോ റിട്ടേൺ ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 20 ആണ്. ഞാൻ ഇനി എയുടെ വാല്യൂ 20 ആക്കി കൊടുക്കുന്നു. ഇപ്പോൾ എയുടെ വാല്യൂ 20യും ബിയുടെ വാല്യൂം 20 ആണ്. ഇപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന ആൻസർ ട്രൂ എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് രണ്ട് വാല്യൂസ് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ വരുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണ്. ഐഡന്റിക്കൽ ഓപ്പറേറ്റർ ഈക്വൽ ടു ഓപ്പറേറ്ററോട് കുറച്ച് സാമ്യമുണ്ട് ഐഡന്റിക്കൽ ഓപ്പറേറ്ററിനും. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് 3 ഈക്വൽ സൈൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഡേറ്റ ടൈപ്സ് കൂടി സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഡേറ്റ ടൈപ്പും വാല്യൂം ഈക്വൽ ആണെങ്കിൽ മാത്രമായിരിക്കും ഇത് ട്രൂ എന്ന് തരുന്നത്. അപ്പൊ നമുക്ക് ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്യാം. ഇതിന്റെ ഓപ്പറേറ്റർ ഞാനൊന്ന് മാറ്റുന്നുണ്ട്. എ ട്രിപ്പിൾ ഈക്വൽ ടു ബി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ഡേറ്റ ടൈപ്പും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ട്രൂ എന്നാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതിന്റെ വാല്യൂ ഈക്വൽ ആക്കി. ഞാൻ പക്ഷെ ഇതിന്റെ ഡേറ്റ ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന് കോഡ്സ് കൊടുത്തപ്പോ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ സൈൻ ആണ് കൊടുക്കുന്നതെങ്കിൽ വാല്യൂ വൈസ് ഇത് രണ്ടും 20 ആണ്, ട്രൂ എന്ന് തന്നെ കാണിക്കും. ഇനി ഞാൻ ഇതിനെ ഈ ഒരു ഡബിൾ ഈക്വൽ ടു മാറ്റിയിട്ട് ഒരു 3 ഈക്വൽ സൈൻ കൊടുക്കുമ്പോഴത്തേക്കിനും ഇതിന്റെ വാല്യൂ വൈസ് ഈക്വൽ ആണ്. ബട്ട് ഇതിന്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ബിയുടെ ഡേറ്റ ടൈപ്പ് ഇപ്പോൾ സ്ട്രിംഗ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഫോൾസ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇതാണ് ഐഡന്റിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ ടൈപ്പും വാല്യൂവും ഈക്വൽ ആണെങ്കിൽ മാത്രം ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അടുത്തതായിട്ട് വരുന്ന ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ്. നോട്ട് ഈക്വൽ ടു ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഈക്വൽ സൈനും ആണ്. ഇതിലേക്ക് നമുക്ക് എങ്ങനെ ഇത് തുല്യമല്ലേ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. തുല്യമാണെങ്കിൽ ഫോൾസ് എന്ന് കാണിക്കും, തുല്യമല്ലെങ്കിൽ ട്രൂ എന്ന് കാണിക്കും. ഇവിടെ എയും എ 20 ആണ്, ബി 20 ആണ്. അപ്പം എ നോട്ട് ഈക്വൽ ടു ബി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോൾസ് എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. കാരണം ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഫോൾസ് എന്നാണ് റിട്ടേൺ ചെയ്യുന്നത്. തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടിന്റെ വാല്യൂ തുല്യമല്ല, സോ അത് ട്രൂ എന്ന് കാണിക്കുന്നു. എ നോട്ട് ഈക്വൽ ടു ബി ആണ്, അതായത് എയുടെ വാല്യൂ ബിനോട് തുല്യമല്ല. ഇതാണ് നോട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. നമുക്കൊക്കെ അറിയാവുന്ന ഓപ്പറേറ്റർ ആണ് ഗ്രേറ്റർ ദാൻ. ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനൊരു ആംഗിൾ ബ്രാക്കറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം.
എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുക്കുന്നു. വാല്യൂ നമുക്ക് ഫോൾസ് എന്ന് വന്നേക്കുന്നു. സോറി, സം സിമ്പിൾ തിരിച്ചാണ്. എ ഗ്രേറ്റർ ദാൻ ബി എന്ന് കൊടുക്കുന്നു. ആൻസർ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യുന്നു. അതേപോലെ തന്നെ ഞാനിത് ഏത് വാല്യൂ ആണ് വലുത് അല്ലെങ്കിൽ ഏത് വാല്യൂ ആണ് കൂടുതലായിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് ലെസ് ദാൻ ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും. ഏത് വാല്യൂ ആണ് ചെറുതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ആംഗിൾ ബ്രാക്കറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ, സോറി, ഇതേപോലെ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ എയുടെ വാല്യൂ 20യും ബിയുടെ വാല്യൂ 10ഉം ആണ്. ഇപ്പോൾ എ ലെസ് ദാൻ ബി എന്ന് നോക്കിയിട്ടുണ്ട്. ഫോൾസ് ആണ്. എയുടെ വാല്യൂ ആണ് വലുത്. ഞാനിവിടെ 100 ആക്കുന്നു. ബിയുടെ വാല്യൂ 100 ആക്കി. നമുക്കിവിടെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. കാരണം ഇപ്പോൾ ബിയുടെ വാല്യൂ എ ആണോ ബി ആണോ വലുതെന്നാണ് ചെക്ക് ചെയ്യുന്നത്. എ ലെസ് ദാൻ ബി, എ ബിനെക്കാട്ടിലും ചെറുതാണോ എന്നാണ് ചെക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ രണ്ട് ഓപ്പറേറ്റർ പോലെ തന്നെ വരുന്നതാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നമുക്ക് ആദ്യം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാന്റെ സിമ്പിൾ, അതിന്റെ കൂടെ തന്നെ ഈക്വൽ സൈൻ. ഇങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതെന്ന് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതലാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു ട്രൂ എന്ന് പറയുന്നത് മുൻപേ ഉള്ളതിന്റെയാണ്. നമുക്ക് ട്രൂ എന്ന് കിട്ടി. കാരണം എ കൂടുതലാണ്, ഈക്വൽ അല്ലെങ്കിലും എ ആണ് ബിനേക്കാളും ഗ്രേറ്റർ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എ ട്രൂ എന്ന് കാണിച്ചത്. ഇത് നമ്മൾ 10 തന്നെ കൊടുത്താലും നമുക്കിവിടെ ട്രൂ എന്നായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എയും ബിയും സെയിം ആണെങ്കിലും ഈക്വൽ ആണെങ്കിലും നമുക്ക് ട്രൂ എന്ന് തന്നെ റിട്ടേൺ ചെയ്യും. ഇതേപോലെ തന്നെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് തിരിച്ചാണ് ആംഗിൾ ബ്രാക്കറ്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തിരിച്ചു നോക്കാം. ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് ഒന്നുകിൽ ലെസ് ആവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇപ്പോൾ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. സോറി, ഇതൊന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ വാല്യൂ 10 മാറ്റിയിട്ട് ബിയുടെ വാല്യൂ 100 ആക്കുന്നുണ്ട്. ഇപ്പോഴും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. അപ്പം എ ലെസ് ദാൻ ബി എന്നുള്ള കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നമുക്ക് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ ഇതാക്കി 10 ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. കാരണം ഇപ്പൊ ഇവിടെ ഈക്വലും അല്ല, അതേപോലെ തന്നെ ലെസ് ദാനും അല്ല. സോ നമുക്ക് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് വേരിയബിൾസിനെ അല്ലെങ്കിൽ രണ്ട് വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈക്വൽ ടു ഉണ്ട്, രണ്ട് വാല്യൂസിൽ വാല്യൂ ഈക്വൽ ആണോ തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഐഡന്റിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അത് വാല്യൂ അതോടൊപ്പം തന്നെ അതിന്റെ ഡേറ്റ ടൈപ്പും ഈക്വൽ ആണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആണ്. തുല്യമല്ല എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗ്രേറ്റർ ദാൻ ആണ്. ഒരു ഏത് വാല്യൂ ആണ് വലുത് അല്ലെങ്കിൽ ഏത് വാല്യൂവിനാണ് കൂടുതൽ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ലെസ് ദാൻ ആണ്. ഏത് വാല്യൂ ആണ് കുറവെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതേപോലെ തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇനി വരുന്നത്. അതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഏത് വാല്യൂ ആണ് കൂടുതലാണോ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈക്വൽ ആണോ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ
ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് തമ്മിൽ ഒന്നുകിൽ ചെറുത് അല്ലെങ്കിൽ അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.